2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തി വിമതരുമായി പോരാട്ടം തുടങ്ങിയത്. അടുത്ത മാസം 7 ഈ യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ഹമാസിനെതിരായ പോരാട്ടം അതിശക്തമായ നിലയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്ററിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർ അമേനെ മെഹ്വാറും നസർ ഖദ്വറും തയ്യാറാക്കിയ ഒരു ഗവേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. ഗസയിലെ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിച്ച ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ കരയുദ്ധവും നടത്തുകയാണ്. മാർച്ച് പകുതിയോടെ ഇസ്രായേൽ 2025 ജനുവരിയിലെ വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനു ശേഷം ഗാസയുടെ 75% നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. വെടിനിർത്തലിന് മുമ്പുള്ള കാലയളവിനെ അപേക്ഷിച്ച് ശക്തമായ തോതിൽ വ്യോമാക്രമണങ്ങളും തുടരുകയാണ്. ഗസയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 12,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. ഹമാസിനെ ദുർബലപ്പെടുത്താൻ ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർ ഇപ്പോഴും ചർച്ചകളിൽ കീഴടങ്ങാനോ നിരായുധീകരണത്തിനോ സമ്മതിച്ചിട്ടില്ല. ഹമാസിന്മേൽ വിജയം നേടുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലില്ല. കനത്ത നഷ്ടങ്ങൾക്കിടയിലും ഹമാസ് ഗറില്ല പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനോ ശാശ്വത സ്ഥിരത ഉറപ്പാക്കുന്നതിനോ ഉള്ള ഏതെങ്കിലും പദ്ധതിയേക്കാൾ ഹമാസിനെ തീർക്കുക എന്ന പദ്ധതിക്ക് തന്നെയാണ് ഇസ്രായേൽ പ്രാധാന്യം നൽകുന്നത്. ശക്തമായ വ്യോമാക്രമണവും കരയുദ്ധവും വഴി ഹമാസിനെ ദുർബലമാക്കാനുള്ള തീവ്രശ്രമങ്ങളാണ് ഇസ്രായേൽ തുടരുന്നത്. ഹമാസ് അണികളെയും ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാരെയും കൊന്നൊടുക്കി. ഗസയുടെ മുക്കൽ ഭാഗത്തിലധികം പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിലെ നിയന്ത്രണം വ്യാപിപ്പിച്ചു. എന്നാലും ഹമാസ് ഇപ്പോഴും പ്രതിരോധം നിലനിർത്തുകയാണ്. 2025 ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് ജബാലിയ ക്യാമ്പ്, ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹനുൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് വടക്കൻ ഗാസയിൽ IDF അവസാനത്തെ പ്രധാന ഓപ്പറേഷൻ നടത്തി. വലിയ പ്രദേശങ്ങൾ അപരോധിക്കുകയും തീവ്രമായ വ്യോമ കര ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിനിടയിലും നിരവധി ഇസ്രായേൽ സൈനികരെ ഹമാസ് വധിച്ചിരുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ കുറഞ്ഞത് 40 കമാൻഡർമാരെയും പ്രധാന പ്രവർത്തകരെയും ഇസ്രായേൽ വധിച്ചിരുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് സിൻവാറും റഫ ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ഷബാനും ഉൾപ്പെടുന്നു. അവരുടെ മരണത്തെ തുടർന്ന് ഒക്ടോബർ 7 മുമ്പുള്ള ഹമാസിന്റെ സൈനിക കൗൺസിലിൽ നിന്ന് ഒരു മുതിർന്ന കമാൻഡർ മാത്രമേ ഇപ്പോഴും കമാൻഡിലുള്ളൂ. ഇസ്രായേൽ സൈന്യം ജാഗ്രതയോടെയാണ് മുന്നേറുന്നത്. ഗസയിൽ ഹമാസ് കൈയടക്കിയിരുന്ന പല കെട്ടിടങ്ങളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ഗസയിലെ തുരങ്കങ്ങളും ഓരോന്നായി കണ്ടെത്തി അവർ തകർക്കുകയാണ്. നഗരത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ വാസയോഗ്യമല്ലാതെയായെന്നും പറയപ്പെടുന്നു. ഹമാസ് യുദ്ധങ്ങളിൽ നിന്നും മാറി ഗറില്ല തന്ത്രമാണ് ഇപ്പോൾ പിന്തുടരുന്നത്. തങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ നിയന്ത്രണത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് അവർ നീക്കി. അതിജീവനം തന്നെ ഒരു വിജയമാണെന്ന ഗ്രൂപ്പിന്റെ വീക്ഷണത്തോട് ഇത് നമുക്ക് പൊരുത്തപ്പെടുത്താം. മാർച്ച് 18 ശേഷം 2100-ലധികം ഹമാസ് ഭീകരരെ കൊന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഹമാസും സഖ്യകക്ഷികളും ചേർന്ന് 50 ഇസ്രായേൽ സൈനികരെ കൊന്നുവെങ്കിലും അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗാസ സിറ്റിയിലും ഡയർ അൽ ബലാഹിയിലും 2 സജീവ കേന്ദ്രങ്ങൾ ഹമാസ് ഇന്നും നിലനിർത്തുന്നു. ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന കമാൻഡറായ ഇസ് അൽ ദിൻ അൽ ഹദ്ദാദിന്റെ നേതൃത്വത്തിൽ തുടരുന്ന ഈ നഗരപ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ, ടാങ്ക് വിരുദ്ധ മിസൈലുകൾ, സ്നൈപ്പർ ഫയർ എന്നിവ നിയന്ത്രിക്കാൻ ചെറുതുമായ, നന്നായി സജ്ജമായതുമായ ഗറില്ല സെല്ലുകളെ നേരിടാൻ ഇസ്രായേലിന് നിഷ്പ്രയാസം കഴിയുന്നു. അതേസമയം ഗാസയിലെ ഹമാസിന്റെ ഗസയിലെ ഭരണ സംവിധാനം തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. 2007 മുതൽ ഗാസയിൽ ഹമാസ് തന്നെയാണ് ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ നിയമിച്ച ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവരുടെ ഓഫീസ് കെട്ടിടങ്ങളും ഇസ്രായേൽ തകർത്തിരുന്നു. ഇപ്പോൾ ഗാസയിലെ സാധാരണക്കാർക്കായി കൊണ്ടുവരുന്ന അവശ്യ വസ്തുക്കൾ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് പണം സമ്പാദിക്കുന്നത്. യുദ്ധം തുടങ്ങി 2 വർഷമാകുമ്പോൾ ഹമാസ് തകർന്നും അധപ്പതിച്ചുമിരിക്കുകയാണ്. ഗസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് ഇനി കഴിയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദമോ ഇസ്രായേൽ സമൂഹത്തിൽ നിന്നുള്ള നിരന്തരവും കഠിനവുമായ പൊതുജന പ്രതിഷേധമോ ഇല്ലാതെ ഗസയിലെ പുനർനിർമ്മാണ പദ്ധതി ചർച്ചകളിൽ ഹമാസിനെ ഒതുക്കാനുള്ള ഒരു തന്ത്രം മാത്രമല്ല എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ എത്തിയാലും ഇസ്രായേൽ ഗസയിൽ പൂർണ്ണ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുകയും അതിന്റെ രാഷ്ട്രീയ ഉന്നതർ രാഷ്ട്രീയ പരിഹാരങ്ങളും വിശ്വസനീയമായ ഏതെങ്കിലും സ്ഥിരതാ പദ്ധതിയും തടയുകയും ചെയ്യുന്നിടത്തോളം രാജ്യം ബലപ്രയോഗത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ദീർഘകാല നിലപാടിൽ കുടുങ്ങിക്കിടക്കും. നിരന്തരമായ യുദ്ധത്തിലും നിയന്ത്രണത്തിലും അധിഷ്ഠിതമായ ഒരു സുരക്ഷാ നയത്തിന്റെ ധാർമ്മിക വില മാത്രമല്ല, ഗസയിലെ ദീർഘകാല സൈനിക സമ്പർക്കം, സാമ്പത്തിക വിഭവങ്ങളുടെ ചോർച്ച, വർദ്ധിക്കുന്ന അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ എന്നീ തന്ത്രശാതകരമായ അപകട സാധ്യതകളും ഇസ്രായേൽ സമൂഹം ആത്യന്തികമായി കണക്കിലെടുക്കേണ്ടി വരും. ഗസയിലെ ജനങ്ങളെ പോകാൻ അനുവദിക്കുക, തുടർന്ന് അവിടെ അവശേഷിക്കുന്ന ശത്രുവിനെതിരെ എല്ലാ ശക്തിയോടെയും പ്രവേശിക്കുക എന്നതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു സൂചിപ്പിച്ചിരുന്നു.
വോട്ടർ പട്ടികയുടെ തീവ്ര പുനർപരിശോധനാ നടപടികളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ 54 ലക്ഷം വോട്ടർമാർ 12 തിരിച്ചറിയൽ രേഖകളിലൊന്ന് ഹാജരാക്കേണ്ടി വരുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനൊപ്പമാണ് 12 തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് നൽകേണ്ടത്. മറ്റുള്ളവർ ഫോൺ പൂരിപ്പിച്ച് നൽകിയാൽ മതി. 2002 തീവ്ര പുനർപരിശോധന പ്രകാരമുള്ള പട്ടികയിൽ 22.24 കോടിയായിരുന്നു വോട്ടർമാർ. എന്നാൽ 2025 ഇത് 27.8 കോടിയായി മാറി. കൂടുതലായി വന്നത് 54 ലക്ഷം പേരാണ്. 2002 പട്ടികയിലുള്ള എത്ര വോട്ടർമാർ 2025 പട്ടികയിലുണ്ടെന്ന് BLOമാർ കണ്ടെത്തും. വോട്ടർമാർ 2002 ശേഷം ബൂത്തുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അവരെയും കണ്ടെത്തണം. പുനർനിർണയത്തോടെ മണ്ഡലം മാറിയവരുണ്ടെങ്കിൽ അവർ ഇപ്പോൾ താമസിക്കുന്ന മണ്ഡലത്തിലാകും വോട്ട്. വോട്ടർ പട്ടികയുടെ തീവ്ര പുനർപരിശോധന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും BLOമാരെയും മുഖ്യ പങ്കാളിയാക്കി സുതാര്യമായാണ് നടത്തുക. എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടർമാർ സജ്ജരാകണം. വോട്ടർ പട്ടിക സ്ഥിരരേഖയല്ല, നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ വർഷവും 10,000-ങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നുണ്ട്. അതുപോലെ തന്നെ മരണവും സംഭവിക്കുന്നുണ്ട്. BLOമാർ വഴി അർഹരായവരെ കൂട്ടിച്ചേർക്കുകയും മരണപ്പെട്ടവരെയും അനർഹരെയും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തേത് രാജ്യത്താകെയുള്ള പ്രക്രിയ എന്ന നിലയിൽ കേരളത്തിലും നടപ്പിലാക്കണം. തീവ്ര പുനർപരിശോധനയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പ്രവർത്തനം നിർണായകമാണ്. കേരളത്തിൽ 25,468 ബൂത്താണുള്ളത്. ബൂത്തിൽ അംഗീകൃത പാർട്ടികളുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്താം. BLO 1 എന്ന നിലയിൽ ജില്ലാ തലത്തിൽ ഒരാളെയും പാർട്ടികൾക്ക് നിർദ്ദേശിക്കാം. BLOമാർ രേഖകൾ ശേഖരിക്കാനും എന്യൂമറേഷൻ ഫോം നൽകാനും വീടുകൾ കയറുമ്പോൾ ഏജന്റുമാർക്കും കൂടെ പോകാം. പരാതി അപ്പോൾ തന്നെ BLOയുടെയോ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറുടെയോ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതിലൂടെ ഇരട്ട വോട്ട് കണ്ടെത്താം. NRI ലിസ്റ്റിൽ ഇല്ലാത്ത പ്രവാസികളുടെ രേഖകൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയോ വീട്ടുകാർക്ക് BLOയെ ഏൽപ്പിക്കുകയോ ചെയ്യാം. രാജ്യത്താകെ ഒരേ രീതിയിലാണ് പുനർപരിശോധന. ബീഹാർ മാതൃകയിലുള്ള പരിശോധനകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടി വരും. 3 മാസത്തിനകം SIR നടപ്പിലാക്കും. കേരളത്തിൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങി. 2002 പട്ടികയിലുള്ള എത്ര പേർ 2025 പട്ടികയിലുണ്ടെന്ന് BLO റിപ്പോർട്ട് ലഭിച്ച ശേഷം പുനർപരിശോധന ആരംഭിക്കും. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ BLO വഴി വീടുകളിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും. പൂരിപ്പിക്കാൻ BLOയ്ക്ക് പരിശീലനം നൽകും. വോട്ടർമാർ 12 രേഖകളിൽ ഒന്ന് കരുതി വയ്ക്കണം. പകർപ്പ് ഫോമിന്റെ കൂടെ നൽകണം. ഇത് BLOമാർ ആപ്പിലേക്ക് അതത് ദിവസം അപ്ലോഡ് ചെയ്യും. ഓൺലൈൻ വഴി ഫോം പൂരിപ്പിക്കുന്നവരുടെ വിവരങ്ങൾ BLOമാർ വീടുകൾ സന്ദർശിച്ച് പരിശോധിക്കും. വിവരങ്ങൾ സൂപ്പർവൈസർ പരിശോധിക്കും. പോളിംഗ് സ്റ്റേഷന്റെ അതിർത്തി നിർണ്ണയമാണ് അടുത്ത ഘട്ടം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1200 വോട്ടർമാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ എന്ന നിലയിൽ ക്രമീകരിക്കണം. കേരളത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിക്കും. ശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 1 മാസത്തിനകം പരിശോധനകളും പരാതികളും സമർപ്പിക്കാം. അംഗീകൃത പാർട്ടികൾക്ക് കരട് പട്ടികയുടെ കോപ്പി നൽകും. വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും. തുടർന്നുള്ള പരാതികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടും. 3 മാസത്തിനകം നടപടി പൂർത്തിയാക്കും. രേഖകളില്ലാത്തവരുണ്ടെങ്കിൽ അത് തയ്യാറാക്കാൻ ശ്രമിക്കാം. ആവശ്യമെങ്കിൽ കോളേജുകളിലെ NCC, NSS, തിരഞ്ഞെടുപ്പ് സാക്ഷരതാ ക്ലബ്ബുകൾ എന്നിവ സഹായിക്കും. ഗാസയിൽ ഇസ്രയേൽ തീമഴ പെയ്യിക്കുമ്പോഴും വെടിനിർത്തലിനു വേണ്ടിയുള്ള UN പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. ഇതോടെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയാണ്. മുമ്പ് നിരവധി തവണ ഗസയിൽ വെടിനിർത്തലിനു വേണ്ടിയുള്ള പ്രമേയം വന്നപ്പോഴും UNൽ US ഇത് വീറ്റോ ചെയ്തിരുന്നു. ഇക്കുറി വെടിനിർത്തലിനെ അനുകൂലിച്ച 15 അംഗങ്ങളിൽ 14 പേരും പ്രമേയത്തെ അനുകൂലിച്ചു വോട്ട് ചെയ്തു. ഗസയിൽ അടിയന്തരമായി ഉപാധികളില്ലാത്ത വെടിനിർത്തൽ ഇരു കക്ഷികളും പ്രാബല്യത്തിൽ വരുത്തണമെന്നായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഹമാസിന്റെ ആക്രമണങ്ങളെ അപലപിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു US പ്രമേയത്തെ വീറ്റോ ചെയ്തത്. വ്യാജ ആരോപണങ്ങളാണ് പ്രമേയത്തിലൂടെ ഉയർത്തിയതെന്നും ഇത് ഹമാസിന് അനുകൂലമാവുന്ന രീതിയിലായിരുന്നുവെന്നും പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം പ്രമേയത്തെ US വീറ്റോ ചെയ്തത് ദുഃഖകരമാണെന്നായിരുന്നു UNലെ ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂറിന്റെ പ്രതികരണം. വംശഹത്യയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ടു വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ UN രക്ഷാസമിതി ഇപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണെന്നും ഫലസ്തീൻ ആരോപിച്ചു. ഫലസ്തീനു വേണ്ടി വൈകാരിക പ്രകടനവുമായി അൾജീരിയൻ അംബാസിഡർ അമർ ബെൻഡജാമ രംഗത്തെത്തി. ഫലസ്തീനിലെ സഹോദരന്മാരും സഹോദരിമാരും ഞങ്ങളോട് ക്ഷമിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം സെൻട്രൽ ഗസയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ അതിവേഗം നീങ്ങുകയാണ്. 2 ദിശകളിലൂടെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ മുന്നേറ്റം. ടാങ്കുകൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഇസ്രയേലിന്റെ മുന്നേറ്റം. ഫലസ്തീനിലെ നിസ്സഹായരായ ജനതയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത്. ഇതിനിടെ ഇസ്രയേൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകിയതോടെ ഗാസ സിറ്റിയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യമായ പുരാവസ്തുക്കൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായി സന്നദ്ധ പ്രവർത്തകർ. ഗസയുടെ പൈതൃകത്തിന്റെയും ചരിത്രത്തിന്റെയും ശേഷിപ്പുകളായ ഇവയെ ചാരമാക്കി കളയാൻ അവർക്ക് മനസ്സുവന്നില്ല. ഒടുവിൽ സംഭവിച്ചത് പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ 15 മണിക്കൂർ നീണ്ട അസാധാരണ ദൗത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടത്.
ആക്രമണത്തിന് തയ്യാറായ ഇസ്രയേൽ സൈന്യത്തോട് പുരാവസ്തുക്കൾ മാറ്റാനുള്ള സമയം ചോദിച്ച് 9 മണിക്കൂർ ചർച്ച നടത്തേണ്ടി വന്നു. ഒടുവിൽ അവസാന നിമിഷം സമ്മതം കിട്ടി. അപ്പോൾ പുരാവസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ട്രക്കില്ലെന്നായി. അത് സംഘടിപ്പിക്കാൻ നെട്ടോട്ടം. ഇന്ധനക്ഷാമമുള്ളതിനാൽ ഗസയിൽ ട്രക്കുകൾ കിട്ടാൻ പാടാണ്. ഒടുവിൽ ട്രക്ക് സംഘടിപ്പിച്ചു. 6 മണിക്കൂറിനുള്ളിൽ 1000-ഓളം പുരാവസ്തുക്കൾ പൊട്ടാതെയും താഴെ വീഴാതെയും കാർഡ്ബോർഡ് പെട്ടികളിലാക്കി ഗോഡൌണിൽ നിന്ന് മാറ്റി. അവസാന പുരാവസ്തുവും മാറ്റി നിമിഷങ്ങൾക്കകം ഇസ്രയേൽ വിമാനങ്ങൾ തുപ്പിയ തീയിൽ ഗോഡൌൺ ചാരമായി. ഗസയിൽ 25 വർഷം എടുത്തു നടത്തിയ ഉത്ഖനനത്തിലൂടെ കിട്ടിയ പുരാവസ്തുക്കളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നത്. യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 4-ാം നൂറ്റാണ്ടിലെ ബൈസാന്റൈൻ സന്നദ്ധിമഠത്തിൽ നിന്നുള്ളതും ഗസയിലെ പുരാതന ക്രൈസ്തവ സമുദായത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന വസ്തുക്കളുമായിരുന്നു ഏറെയും. ഹമാസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഗോഡൌൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കെട്ടിടം തകർക്കുകയാണെന്ന ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത്. ഗസയിൽ ആരംഭിച്ച കരയാക്രമണ ദൗത്യത്തിനിടയിലായിരുന്നു നടപടി. പലസ്തീനിന്റെയോ ക്രിസ്ത്യാനികളുടെയോ പൈതൃകം സംരക്ഷിക്കുക എന്നതിലുപരി ഗസയിലെ ലോക ചരിത്രത്തിന്റെ ഭാഗമായ ശേഷിപ്പുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നുവിതെന്ന് ദൗത്യത്തിന് നേതൃത്വം നൽകിയ അർജന്റ് ഇന്റർനാലെ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രതിനിധി കെവിൻ ചാർഹൽ പറഞ്ഞു. മിസൈൽ ആക്രമണം തടുക്കുന്ന ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം ഇസ്രയേൽ പൂർത്തിയാക്കി. ഈ വർഷത്തോടെ ഇത് സൈന്യത്തിന് കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. നിലവിലുള്ള അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് എയ്റോ എന്നിവ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെയാണ് പുതിയ അയൺ ബീം. അതിനിടെ പോർ വിമാനങ്ങളുടെ പിന്തുണയോടെ ഇസ്രയേൽ ടാങ്കുകൾ ഗസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് അടുത്തു തുടങ്ങി. ഗസയിലെങ്ങും ഇന്റർനെറ്റ് ഫോൺ ബന്ധം വിച്ഛേദിച്ചു. 24 മണിക്കൂറിനിടയിൽ വെടിവയ്പുകളിലും ബോംബാക്രമണങ്ങളിലുമായി 79 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 65,144 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. കിഴക്കുമേഖല കീഴടക്കിയ സൈന്യം ഷെയ്ഖ് റദ്വാൻ, ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങളിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അടുത്ത നീക്കം. ഇവിടെയാണ് പലസ്തീൻ അഭയാർത്ഥികളിൽ ഏറെ പേരും ക്യാമ്പുകളിൽ കഴിയുന്നത്. സൈന്യം വളഞ്ഞ ഗസ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 40,000 പലസ്തീനികൾ പലായനം ചെയ്തുവെന്നാണ് കണക്ക്. 10,000 ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചതോടെ ഗസയ്ക്ക് പുറലോകവുമായി ബന്ധമറ്റു. ജെയ്ഷെ മുഹമ്മദിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ടെന്ന് സമ്മതിച്ചു ലഷ്കർ-എ തൈബയും. ലഷ്കർ-എ തൈബയുടെ ആസ്ഥാന മുദ്രികയിലെ മർക്കസ് തൈബ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നെന്ന് ലഷ്കർ-എ കമാൻഡർ കാസിം സമ്മതിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. മുദ്രികയിലെ തകർന്ന ഭീകരകേന്ദ്രത്തിന് മുന്നിൽ നിന്ന് കാസിം സംസാരിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. ആക്രമണത്തിൽ തകർന്ന മുദ്രികയിലെ മർക്കസ് തൈബയുടെ അവശിഷ്ടങ്ങൾക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ കെട്ടിടം നേരത്തെ ഉണ്ടായിരുന്നതിലും വലുതായി പണിയുമെന്ന് കാസിം വീഡിയോയിൽ പറയുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഷൈഖുപുര ജില്ലയിലാണ് മുദ്രിക. ഒട്ടേറെ ഭീകരർ മർക്കസ് തൈബയിൽ നിന്ന് പരിശീലനം നേടിയിട്ടുണ്ടെന്നും ഇയാൾ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്. തകർക്കപ്പെട്ട കെട്ടിടങ്ങൾ ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതിനിടെയാണ് വീഡിയോ പുറത്തുവന്നത്. അതേസമയം മുദ്രികയിലെ ലഷ്കർ-എ ആസ്ഥാനം പുനർനിർമ്മിക്കാൻ പാക് ഗവൺമെന്റും സൈന്യവും സഹായം നൽകുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലഷ്കർ-എ തൈബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരിയുടെ പ്രസംഗവും പുറത്തുവന്നിട്ടുണ്ട്. നേരത്തെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും ഇന്ത്യയിൽ നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനുമായ മസൂദ് അസ്ഹർ പാക് അധിനിവേശ കശ്മീരിലുണ്ടെന്ന വിവരം പുറത്തുവരുന്നു. ചഹിൽഗാം ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7-ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് പുലർച്ചെ 1 മണിക്ക് നടത്തിയെന്നതിൽ വിശദീകരണം നൽകി സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഇരുട്ടിൽ ചിത്രങ്ങൾ പകർത്താനും സിവിലിയൻ നഷ്ടം പരമാവധി കുറയ്ക്കാമെന്ന ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസമാണ് ആ സമയം തിരഞ്ഞെടുക്കാൻ കാരണമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂഡൽഹിയിൽ രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 2019-ൽ ബാലാകോട്ടെ ആക്രമണത്തിന്റെ സമയത്ത് നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്തും ഇരുട്ടിൽ ചിത്രങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാമെന്ന ആത്മവിശ്വാസവും സിവിലിയൻ നഷ്ടം കുറയ്ക്കണമെന്ന ആഗ്രഹവുമാണ് ആ സമയം തിരഞ്ഞെടുത്തത്. പ്രാർത്ഥനകൾക്കും മറ്റുമായി അതിരാവിലെ എഴുന്നേൽക്കുന്ന സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് ആ സമയം തിരഞ്ഞെടുത്തത്. പുലർച്ചെ 5:30-ക്കോ 6 മണിക്കോ ഉള്ള സമയം ആക്രമണത്തിന് തിരഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നിരവധി പേർ കൊല്ലപ്പെട്ടേക്കാം. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പുതിയ തരത്തിലുള്ള യുദ്ധമുറയാണ് അന്ന് കൊണ്ടുവന്നത്. പാരമ്പര്യ യുദ്ധത്തിൽ ചെയ്യുന്ന ഭൂമി പിടിച്ചെടുക്കൽ, ആയുധങ്ങൾ നശിപ്പിക്കൽ, യുദ്ധത്തടവുകാരെ പിടിച്ചെടുത്തതാൽ സൈനികരെ വധിക്കൽ തുടങ്ങിയവയിൽ ഇന്നുവരെ നമ്മൾ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നത്. ഇത്തവണ നമ്മുടെ വിജയത്തിന്റെ മെട്രിക്സിലൊന്ന് നമ്മൾ നടത്തിയ ആക്രമണത്തിന്റെ സങ്കീർണതയാണ്. രാത്രിയിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്കുള്ള കൃത്യമായ സ്ട്രൈക്കുകൾക്ക് പ്രത്യേക പരിശ്രമം ആവശ്യമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു. ഉറിയിലും ബാലാകോട്ടും കരാവ്യോമ മാർഗമാണ് തിരിച്ചടിക്കായി ഉപയോഗിച്ചത്. എന്നാൽ ഇത്തവണ വല്ലാത്ത പുതിയ തന്ത്രമാണ് പുറത്തെടുത്തത്. ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് വിജയത്തിന്റെ കാരണവും. യുദ്ധമാർഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധിനിവേശത്തെക്കാൾ സാങ്കേതിക വിദ്യയിൽ മുന്നേറിയുള്ള യുദ്ധതന്ത്രങ്ങളിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. നാളെയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം നേരിടുക എന്നതാണ് ആധുനിക യുദ്ധതന്ത്രം ആവശ്യപ്പെടുന്നത്. കര, കടൽ, ആകാശം എന്നിങ്ങനെ മാത്രമായി ഇന്നത്തെ യുദ്ധം ഇടം പരിമിതപ്പെട്ട് നിൽക്കുന്നില്ല. ബഹിരാകാശം, സൈബർ ഇടം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, കോഗ്നിറ്റി ഡൊമൈൻ എന്നിവിടങ്ങളും യുദ്ധസ്ഥലങ്ങളായി മാറുകയാണ്. മാറുന്ന യുദ്ധമേഖലകളോട് പൊരുത്തപ്പെടുക മാത്രമല്ല, ഭാവിയിലേക്കായി സജീവമായി രൂപപ്പെടുകയും കൂടിയാണ് നമ്മുടെ സൈന്യം ചെയ്യുന്നത്.
ഇപ്പോഴത്തെ വിജയം എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ മേൽക്കോയ്മ നിലനിർത്താനുള്ള കഴിവും കൂടിയാണ് കാണിക്കുന്നത്. മെയ് 7 പുലർച്ചെ 1 മണിക്കും 1:30ക്കും ഇടയിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ തിരിച്ചടി. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്.